എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് 23 ഫെബ്രുവരി ഞായറാഴ്ച, കർത്താവിൻ്റെ ദിവസം. അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രഭക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പ്രവേശിക്കുന്നു. കർത്താവേ, പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ ഇന്നത്തെ ജീവിതത്തിലേക്ക് ഞങ്ങൾ തിരികെയാണ്. ഇന്നത്തെ യാത്രകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പിന്നെ പരീക്ഷയില്ല, എങ്കിലും നാളെ പരീക്ഷ ഉണ്ട്. അപ്പോൾ ഇന്ന് പരീക്ഷയ്ക്ക് പ്രാർത്ഥിക്കുന്നവർ തെറ്റൊന്നുമില്ല. കുഞ്ഞുങ്ങൾക്ക് ഈ പ്രാർത്ഥനയുടെ കൂടെ ചേരാം. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മയെ പരിശുദ്ധമ്മ ദേവമാതാവേ, അമ്മയുടെ ഞങ്ങൾക്ക് ഈ നിമിഷം മുഴുവൻ അമ്മ ഞങ്ങൾക്കൊരു മാധ്യസ്ഥം വഹിക്കുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. കർത്താവ്, ഇന്ന് യാത്ര ചെയ്യുന്നവർ, ഇന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന ദിവസങ്ങളാണ്. ഇന്ന് കുടുംബങ്ങളിലൊക്കെ ആൾക്കാർ കൂടുകയും ഓരോ തീരുമാനം എടുക്കുന്ന ദിവസങ്ങളാണ്. ഇന്ന് പലതരത്തിലുള്ള യാത്രയ്ക്ക് പോകുന്നവരുണ്ട്. കർത്താവ് കുർബാനയും കൂടിയതിനു ശേഷം കുറേ പേര് പ്രാർത്ഥനയിലൊക്കെ ജീവിക്കും. കുറേ പേര് ലോകത്തുള്ള മുഴുവനും കാര്യങ്ങൾ ചെയ്തു തീർക്കണതും അലക്കണതും വീട് കഴുകണതും എല്ലാം ഇതെല്ലാം കർത്താവ് ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ചെയ്യണം. അപ്പോഴാണത് കർത്താവിൻ്റെ ദിവസമായി മാറുന്നത്. ഇതെല്ലാം ചെയ്യുമ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞൊരു വചനമുണ്ട്. കേൾക്കാം. കൊളോസ്യസ് 3:17. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ കണ്ടില്ലേ, നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലോ അതെല്ലാം കർത്താവായ യേശു വഴി, കർത്താവ് യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യണം.
എന്ത് ചെയ്താലും പണ്ട് എനിക്ക് അമ്മയൊക്കെ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ നമ്മളെ കോട്ടുപാടുകയാണെങ്കിൽ അമ്മ കുരിച്ചിട്ട് തരും. കോട്ടുവാ പോരും നമ്മൾ. അതുപോലെ തന്നെ മരുന്നെടുത്താൽ അമ്മ വിശ്വാസപ്രമാണം ചൊല്ലിട്ട് അമ്മ കുരിശിട്ട് തരും. ചില പണ്ട് ഈ കാലങ്ങളിൽ ആധ്യാത്മിക സാക്ഷരത കൂടിയെങ്കിലും നമ്മുടെ അനുഷ്ഠാനങ്ങളിലുള്ള വിശുദ്ധ പാരമ്പര്യങ്ങൾ ഇന്ന് ആരും ചെയ്യുന്നില്ലെന്നൊന്നും ഞാൻ പറയണില്ല. ചെയ്യുന്നവരൊക്കെ നല്ല ആത്മാർത്ഥത ചെയ്യുന്നുണ്ട്, പക്ഷെ കുറഞ്ഞു വരുന്നുണ്ടെന്നത് സത്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ചെയ്യണം. കാര്യം നമ്മൾ നന്മ വരുമ്പോൾ നമ്മൾ ചില സമയം ദൈവത്തെ ഓർക്കും, അല്ലെങ്കിൽ തിന്മ വരുമ്പോൾ നമ്മൾ നന്മ വരുമ്പോൾ ചില സമയത്ത് നമ്മൾ ഓർത്ത് യഥായോഗ്യം നന്ദി പറയാതിരിക്കുകയും അവർക്ക് പിന്നെ എന്താ തിന്മ എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ സങ്കടം വരുമ്പോൾ പിന്നെ ദൈവം ഉണ്ടായിട്ടും ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ല അങ്ങനെ പറയാൻ നമുക്ക് ഒരു അധികാരമില്ല. അധികാരം എന്നല്ല പ്രശ്നം ഇവിടുത്തെ പ്രശ്നം ദൈവത്തെ സ്നേഹിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് ഭയങ്കര സന്തോഷമായിരിക്കും. അവനിത് തിന്മ വന്നാലും ശരി അതൊക്കെ കർത്താവ് കുറച്ച് മാറ്റും എന്ന് പറഞ്ഞാൽ കർത്താവിനായിരിക്കും പ്രാധാന്യം. കർത്താവിൽ നിന്ന് കിട്ടുന്ന ചൂടിനും തണുപ്പിനും ഒന്നും അല്ല പ്രാധാന്യം. ചിലക്ക് തണുപ്പിനും ചൂടിനുമാണ് പ്രാധാന്യമെങ്കിൽ നിങ്ങൾ ചൂടിനെയും തണുപ്പിനെയുമാണ് ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. മനസ്സിലായില്ലേ? ദൈവത്തിൽ നിന്ന് ചൂടും വരും തണുപ്പും വരും. പക്ഷെ അതേസമയം തന്നെ നമ്മൾ ആ ചൂടിനും തണുപ്പിനുമാണ് പ്രാധാന്യം കൊടുക്കണമെങ്കിൽ, നല്ല അനുഭവങ്ങൾക്കും മോശം അനുഭവങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കണമെങ്കിൽ നമ്മുടെ ദൈവം അനുഭവങ്ങളായിട്ട് മാറും. ദൈവമായിരിക്കണം മാറത്തില്ല. ദൈവത്തിനായിരിക്കണം പ്രാധാന്യം, ചൂടിനും തണുപ്പിനും ആയിരിക്കരുത്. ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ചൂടിനും തണുപ്പിനും അല്ലെങ്കിൽ നല്ല അനുഭവത്തിനും മോശം അനുഭവത്തെ അനുഭവബന്ധിയായിട്ടാണ് നമ്മൾ ദൈവത്തേക്ക് അടിസ്ഥാനപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം ഈ അനുഭവങ്ങൾക്ക് വേണ്ടിയുള്ള എന്തോ ഒരാളായിട്ട് നമ്മൾ മാറും. അനുഭവങ്ങൾക്ക് അതീതനാണ് ദൈവം. ദൈവത്തെ നമ്മൾ സ്വീകരിക്കുന്നത് ദൈവത്തിന് വേണ്ടി മാത്രമാണ്. ഞാൻ ഇടയ്ക്ക് നിങ്ങൾ പറയത്തില്ലേ, ഇപ്പം നമ്മൾ പശുവിനെ സ്നേഹിക്കുന്നു. കാരണം എന്താണ്? പശു നമുക്ക് പാല് തരുന്നു. പിന്നെ എന്താണ്? ആ പശുവിനത്തെ പാല് നമുക്ക് വെണ്ണ തരുന്നു. പാൽ കൊണ്ട് നമുക്ക് മോരുണ്ടാക്കാം. അപ്പം അത് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇതൊന്നും തരാത്തൊരു കാലത്താകുമ്പോൾ അമ്മ പശുവിനെ വീട്ടുകളായിത്തില്ലേ? അതാണ് പ്രശ്നം. അതുപോലെ തന്നെയുള്ള ഒരു അപ്രോച്ചാണ് ഒരു കന്നുകാലികളുടെ വീട്ടുമൃഗങ്ങളോടുള്ള ഒരു അപ്രോച്ചാണ് ചില ദൈവത്തോട് കാണിക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവങ്ങൾ നല്ലതല്ല എന്നുണ്ടെങ്കിൽ പ്രാർത്ഥന നമ്മൾ കുറക്കും. അപ്പം നമുക്കറിയാം നമ്മുടെ എന്തോ ആവശ്യത്തിന് അധിഷ്ഠാനമാക്കിയാണ് ദൈവത്തെ വെച്ചിരിക്കണമെന്നാണ്. അപ്പം നമ്മുടെ ഒരു ദൈവമാണ്. ഇപ്പോൾ ഒരു ബുക്കില്ലേ, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, ചെറിയ കാര്യങ്ങളുടെ തമ്പുരാൻ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിലുള്ളതാണിത്. നമ്മൾ അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ദൈവത്തെ അവലംബിക്കുകയാണെങ്കിൽ നമ്മുടെ ദൈവം കുഞ്ഞു ദൈവമാണ്, അനുഭവങ്ങളുടെ ദൈവം മാത്രമാണ്. അനുഭവാതീത ദൈവത്തെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഉടമ്പടിയിലും നമ്മുടെ ജീവിതത്തിൽ അനുഭവാതീത ദൈവം. അപ്പം ദൈവത്തെ തോന്നും ദൈവത്തിന് വേണ്ടിയാണ് അന്വേഷിക്കുന്നത്. പലപ്പോഴും അനുഭവങ്ങൾക്ക് അങ്ങനെ കുറച്ചിൽ വരേണ്ട, ദൈവത്തോട് ഇടപെടുമ്പോൾ അനുഭവങ്ങൾക്ക് അങ്ങനെ കുറച്ചിൽ വരേണ്ട കാര്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിനൊരു പൊതു പോളിസിയുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കാലത്തിന് ശേഷം സ്വർഗത്തിന് വന്നിട്ടുള്ള ഒരു പോളിസി ചേഞ്ച് വന്നിട്ടുണ്ട്. എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? ഇപ്പം ഞാൻ എൻ്റെ ആത്മാവിനെ എല്ലാവരിലേക്ക് അയക്കുമെന്ന് പറഞ്ഞില്ലേ? ഇത് ഇവിടെ പറഞ്ഞിരിക്കണത് ഇത് പറഞ്ഞിരിക്കുന്നത് നടപടിയിലാണ്. നടപടി 2:17 പക്ഷെ അത് ജോയലിൻ്റെ ഇത് കട്ടാൻ പേസ്റ്റ് ചെയ്തിരിക്കണതാണത്. ജോയൽ 2:28 അന്ന് ഇങ്ങനെ സംഭവിക്കും എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്നാലും ഞാനിപ്പോ പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങളുടെ പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. ഇത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന വചനങ്ങൾ തന്നെയാണ്. പക്ഷേ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇത് പുതിയ നിയമത്തിലേക്ക് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. എവിടെയാണെന്ന് അറിയാവുക? നടപടി പുസ്തകത്തിന്റെ 2:17 ഇത് സെയിം തിങ്.
ദൈവം അരുൾ ചെയ്യുന്നു, ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അതായത് നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ പിതാക്കന്മാര് സ്വപ്നങ്ങൾ കാണും, യുവാക്കന്മാർക്ക് ദർശനം ഉണ്ടാകും. അപ്പൊ ഇത് ജോയലിൽ നിന്ന് എടുത്തതല്ലേ? ജോയൽ അന്ന് എന്ന് പറഞ്ഞ വിഷയം യേശുവിന്റെ കാലത്ത് നിറവേറിയിരിക്കുകയാണ്. എപ്പോഴാണ് നിറവേറിയത്? അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആത്മാവിനെ എല്ലാവർക്കും വേണ്ടി നൽകുമെന്ന് പറഞ്ഞല്ല. അതിനെ പറയാൻ കാരണം എന്താണ്? അങ്ങനെ എല്ലാവർക്കും വേണ്ടി ആത്മാവിനെ നൽകാൻ പണ്ട് അങ്ങനെ നൽകത്തില്ലല്ലോ. പണ്ടിങ്ങനെ സാംസന് ആത്മാവിനെ കിട്ടി, സാവൂളിനും സാമുവേലിനും പരിശുദ്ധാത്മാവിനെ കിട്ടി, ദാവീദിന് പരിശുദ്ധാത്മാവ് കിട്ടി, അവന് ഗിദെയോന് പരിശുദ്ധാത്മാവ് കിട്ടി. ഇവരെല്ലാവരും ഒറ്റപ്പെട്ട നേതാക്കന്മാർക്ക് ഓരോരോ കാലഘട്ടങ്ങളിൽ കൊടുത്താണ്. ഇപ്പം അങ്ങനെയല്ലല്ല, പോളിസി ചേഞ്ച് വന്നു. എന്താണ്? എൻ്റെ ആത്മാവിന് ഞാൻ എല്ലാവർക്കും നൽകുമെന്നല്ല പറയണത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആ നയം വരാൻ കാരണം എന്താണ്? എല്ലാവരും രക്ഷപ്പെടണമെന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹമാണ്. 1 തിമോത്തി 2:4 എല്ലാവരും രക്ഷിക്കപ്പെടണം. അതാണ് കാര്യം. ദൈവത്തിന്റെ പോളിസിയിൽ ഒരു ചേഞ്ച് വരാൻ കാര്യം രക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഈശോ ചെയ്തു. എന്താണ്? അവന്റെ വിശുദ്ധമായ രക്തത്താല് പാപത്തിന് പരിഹാരം ചെയ്തു. അവൻ വിലക്ക് വാങ്ങിച്ചെടുത്തിരിക്കണവര് അവൻ നമുക്ക് വേണ്ടിയുള്ള ആ പേയ്മെന്റ് നടത്തി കഴിഞ്ഞു. പേയ്മെന്റ് നടത്തിയതുകൊണ്ടാണ് ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള പേയ്മെന്റ് നടത്തിയിരിക്കണത്. കർത്താവ് അല്ലാതെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാവർക്കും വേണ്ടി പാപത്തിന് പരിഹാരമായിട്ട് അവൻ പേയ്മെന്റ്. അതാണ് നമ്മൾ വിലക്ക് വാങ്ങപ്പെടുക. അങ്ങനെ ഒരു വചനമുണ്ട്. 1 കുറഞ്ഞ 6:20 വായിച്ചേ. നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. അതാണ് കാര്യം. നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ആര് വിലക്ക് വാങ്ങി? ക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുത്തു. അതാണ് പറയണത്. അപ്പൊ അങ്ങനെ വരുമ്പോ അത് ഈശോ പേയ്മെന്റ് ചെയ്തപ്പോഴേ കുറച്ച് ഒരു രാജ്യത്തിലെ കുറെ ആൾക്കാർക്കല്ലേ ഇരിക്കണത്. ഇനി ജനിക്കാൻ പോകുന്ന ഈ ഭൂമി മനുഷ്യവാസവും നിലനിൽക്കത്തോളം കാലമുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള പേയ്മെന്റ് ആണ്. അതുകൊണ്ടാണ് ദൈവം എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത്, സത്യമാർഗം സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, കർത്താവിൻ്റെ മാർഗം സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴേ ആണ് ഇതുപോലെ മുമ്പത്തേക്കാൾ ഈ വിഷയത്തിനെ കുറച്ചുകൂടി ഒത്തിരിയേറെ ലൂസാക്കിയിട്ടുണ്ട്. അതായത് ടൈറ്റ് ആയിരുന്നതിനെ കുറച്ച് ലൂസാക്കിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ നാട്ടുഭാഷ ഉപയോഗിക്കണത് ഈ ബൈബിൾ ഇങ്ങനെയും പറയാം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ബൈബിൾ ഇങ്ങനെ ഇടിച്ചു കുത്തി ഒരു പ്രത്യേക സ്റ്റൈലിൽ മനുഷ്യർക്ക് മനസ്സിലാക്കാത്ത രീതിയിൽ സംസാരിക്കാം. ബൈബിള് ക്ലാസിക്കലായിട്ട് സംസാരിക്കാം, ശാസ്ത്രീയമായിട്ട് സംസാരിക്കാം. എന്ത് സംസാരിച്ചാലും ബൈബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആത്മരക്ഷയല്ലേ? അതാണ് വിഷയം. ആത്മരക്ഷയെക്കുറിച്ച് പറയാതിരിക്കുകയും ബൈബിളിനെ കുറിച്ച് താത്വിക പ്രബോധനം നടത്തുകയും ശാസ്ത്രീയ അവബോധം ഉണ്ടാക്കുകയും ചെയ്താൽ ആർക്ക് എന്നാ ഗുണം കിട്ടാനാണ്? അത് ക്ലാസ് വലിച്ച് ഓക്കെ, അങ്ങനെയുള്ള ട്രെയിനിങ് സെന്ററിലൊക്കെ ഓക്കെയാണ്. പക്ഷേ ബൈബിള് പൊതുജനങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ അവൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കണം എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്ന് അവൻ്റെ രക്ഷ ഈ ബൈബിള് കൈമാറ്റം ചെയ്യുന്ന ആൾ ഉറപ്പ് വരുത്തണം. ഉറപ്പ് വരുത്തേണ്ട ആ ലളിതമായ ഭാഷയിൽ അവനിലേക്ക്. അതാണ് ഞാനെപ്പോഴും ചെയ്യണത്. അല്ലാതെ ഞാനിങ്ങനെ ഉഴപ്പി സംസാരിക്കുക അല്ല. ശരിക്കും പറഞ്ഞു ചില കന്യാസിമാരൊക്കെ ഇതിൻ്റെ അകത്ത് കമൻ്റ് ഇട്ടിട്ടുണ്ട്, അച്ഛൻ പറഞ്ഞത് തന്നെ ഞാൻ പറയാം. അങ്ങനെ ഒരിക്കലും ചെയ്തില്ല. പറഞ്ഞതിനെ പിന്നെ ഒരിക്കലും പറയാം. നിങ്ങൾ ശ്രദ്ധിക്കാം. അല്ലത് ഇപ്പം 2.5 മണിക്കൂർ സംസാരിക്കുമ്പോൾ ഞാൻ എത്രയോ കാലമായിട്ട് സംസാരിക്കണതാണ്. എന്നാലും ഒരു 10% റെപ്പറ്റീഷനേ വരത്തുള്ളൂ, 5% റെപ്പറ്റീഷനേ വരത്തുള്ളൂ. അത് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോണ്ടക്സ്റ്റ് വ്യത്യാസം ഉണ്ടാവും. പറഞ്ഞതിന് ഞാൻ പറയുകയല്ല, അതിൻ്റെ ലിങ്കും ലൂപ്പിങ്ങൊക്കെ എല്ലാം ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ പുതിയൊരു വേർഷനായിട്ടായിരിക്കും, പാഠഭേദമായിട്ടായിരിക്കും വരണത്. പിന്നെ ഇപ്പോൾ ഒരു പ്രശ്നം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ധ്യാനത്തിൽ വരുന്ന ചില കാര്യങ്ങൾ ഡെയിലി ബ്രെഡിൽ വരും. ഉടമ്പടി ധ്യാനത്തിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ ഉടമ്പടി ധ്യാനം കൂടിയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ ഡെയിലി ബ്രെഡ് വരുമ്പോൾ അച്ഛൻ അവിടെ പറഞ്ഞല്ല, സ്വാഭാവികമായിട്ട് പറയാം. കാര്യം ഇത് രണ്ട് കമ്മ്യൂണിറ്റിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഓപ്പൺ ഫോർ ദി ജനറൽ പബ്ലിക്കാണിത്. വചനം ഉടമ്പടി ഈ നമ്മളിവിടെ ഡെയിലി ബ്രെഡിൽ പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ അത് നിങ്ങൾ ക്ഷമിക്കണം. അല്ലെങ്കിൽ അത് 2 പ്രാവശ്യം കേട്ടുകൊണ്ടല്ലോ കുഴപ്പമൊന്നുമില്ല. 2 പ്രാവശ്യം സാധനം കേട്ടതുകൊണ്ടേ അത് ഓർമ്മിക്കുമല്ല.
ചില വചനങ്ങൾ ചില സമയത്ത് നല്ല ക്യാപിറ്റൽ വേർഡ്, കീ വേർഡൊക്കെ ഉണ്ടാകും. അതൊക്കെ ഉടമ്പടിയുടെ അതൊക്കെ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ടിരിക്കും. അത് സഭയുടെ ഒരു പാരമ്പര്യമാണത്. 2:10 1:12 എടുത്തേ. നിങ്ങൾ ഇക്കാര്യങ്ങൾ അറിയുകയും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നെങ്കിൽ അവയെക്കുറിച്ച് എപ്പോഴും നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ചില ഉടമ്പടി വചനങ്ങൾ റെക്കർ ചെയ്ത് വരും. അത് ഓർപ്പിച്ചുകൊണ്ടേ ഇരിക്കണതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ കേട്ടവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനും ആലോചിച്ച് മനസ്സ് ഉറപ്പിക്കാനും അത് സഹായിക്കും. അല്ലാതെ മനഃപൂർവ്വം റിപ്പീറ്റ് ചെയ്യത്തില്ല ഒരിക്കലും. താങ്ക് യു. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.